ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴതോരും മുമ്പയുടെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരികയാണ്. ഈ ഒരു കാഴ്ച കണ്ട രേവതിക്കുട്ടി ആകെ പേടിച്ചു പോയി. രേവതിക്കുട്ടി ഓടി താഴത്തേക്ക് ഇറങ്ങിയിട്ട് വന്നിട്ട് നമ്മുടെ ഗ്രേസമ്മ ആൻറ്റിയോട് പറയുകയാണ്, അതെ ആൻറ്റി, എന്തോ വലിയ പ്രശ്നമുണ്ട് കേട്ടോ. എന്ത് പ്രശ്നം? അതെ, അലീന ചേച്ചി ഇതേ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത്. എന്താ സംഭവം എന്ന് ആലോചിച്ചിട്ട് ഒരെറ്റും പിടിയും കിട്ടുന്നില്ലല്ലോ. എന്താ ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ നേരെ മുകളിൽ പറയാണ്, കാര്യം ഞാൻ പറയാം. അലീനയോട് പോകണ്ട എന്ന് ഞാൻ പറഞ്ഞു. പോകണ്ട എന്ന് പറഞ്ഞോ? അലീനയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത്. അതെ, ഞങ്ങൾ വെറുതെ ഒന്നും പറഞ്ഞല്ല, അലീന തന്നെ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഇവിടെ അവൾക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നും ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഞങ്ങൾ അലീനയെ കൊണ്ടുപോകാൻ വേണ്ടി തന്നെ വന്നതാണ്. എങ്കിലേ അലീനയെ നിങ്ങളോടൊപ്പം വിടാനായിട്ട് ഞങ്ങൾക്ക് മനസ്സില്ലെന്നേ എന്ന് ബാലേന്ദ്രൻ ഉറച്ചങ്ങോട്ട് പറയാ. ഇത് കേട്ട് അലീനയ്ക്കാണെങ്കിൽ ഒരു അക്ഷരം പോലും മറുപടി പറയാനായിട്ട് പറ്റുന്നില്ല. അലീന കിടന്ന് ഭയങ്കര കരച്ചില, ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ രേവതിക്കുട്ടി നേരെ അലീനടുത്ത് ചെന്ന് പറയണം, ചേച്ചി എന്താ ചേച്ചി ഇത്? ചേച്ചി ഞങ്ങളോടൊപ്പം വരാമെന്ന് പറഞ്ഞല്ലേ ചേച്ചി, എറണാകുളത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ആൻറ്റി അങ്കിളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. ഇപ്പം ചേച്ചി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ചേച്ചി ശരിയാവുന്നത്? ഇല്ല, ഞാൻ വരുന്നില്ല മോളെ. ബാലേന്ദ്രൻ സാറിന് അത് ഇഷ്ടമല്ല. ബാലേന്ദ്രൻ സാർ എന്നോട് പറഞ്ഞത് എന്നോട് പോകണ്ട എന്നാണ്. അപ്പോൾ ബാലേന്ദ്രൻ സാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേ വൈജ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്താ 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 ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രോഹിത്തും അതേപോലെ തന്നെ ബബിതയും കൂടി എന്താ പ്രശ്നം എന്ന് ആർക്കറിയാം, അച്ഛൻ മോളിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ ഇവിടെ കാര്യം? അപ്പോൾ അലീനയോട് ചെന്ന് ഈ വൈജ ചോദിക്കുകയാണ്, എടി നീ എറണാകുളത്തേക്ക് പോകുന്നു പറഞ്ഞല്ലേ, പിന്നെന്താടി നീ പോകാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല മാഡം, ഞാൻ പോകുന്നില്ല. എന്നോട് ബാലൻ സാർ പറഞ്ഞു പോകണ്ട എന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നില്ല മാഡം. ബാലേന്ദ്രൻ സാർ നിന്നോട് പറഞ്ഞാൽ നീ പോകൂലേ? എടി നീ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നല്ലേടി. അപ്പോൾ അടുത്ത വൈക്കും അവളോട് മെക്കിട്ട് കയറേണ്ട യാതൊരു കാര്യമില്ല. ഞാനാണ് അവളോട് പറഞ്ഞത് ഇവിടെ നിന്ന് അനങ്ങിപ്പോകരുതെന്ന്. ഞാൻ പറയുന്നത് കേൾക്കാനാണ് അവൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഭയങ്കരോടും തർക്കിക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേസമ്മയാണെങ്കിൽ അതെന്തിനാ നിങ്ങൾ പറയുന്നത്? അവൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ അവൾ പോട്ടെ, അവളുടെ ഇഷ്ടത്തിന് അവൾ ജീവിക്കട്ടെ. അത് നിങ്ങൾ അതിൽ കയറി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. ശരി, എങ്കിലേ ഞാൻ വേറൊരു കാര്യം പറയാം. രേവതി കുട്ടിയെ നിങ്ങൾ ഇവിടെ നിർത്തിക്കോ, എന്നിട്ട് അലീനയും കൊണ്ട് പോയിക്കോ. ശരി, നിങ്ങൾ കൊണ്ടുപോ എന്നൊക്കെ എന്നെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗ്രേസം ആൻറ്റി അങ്ങോട്ട് പേടിച്ചു പോയി. അപ്പോൾ ഗ്രേസം ആൻറ്റി പറഞ്ഞു, ഇല്ല, രേവതി കുട്ടിയെ വിട്ടു തരില്ല, ഒരു ദിവസം പോലും ഞാനിവിടെ നിൽക്കാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ ബാലേന്ദ്രൻ ചിരിച്ചുകൊണ്ട് തന്നെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അലീനയെ വിടാനായിട്ട് എനിക്ക് മനസ്സില്ല, അലീനയെ വിട്ടു തരികയില്ല. നിങ്ങൾ അതിനു വേണ്ടി ഇവിടെ നിന്ന് തർക്കിച്ച് കയറേണ്ട യാതൊരു കാര്യമില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജയ്ക്കാണെങ്കിൽ കാലിവരിയാണ്. ഇതെന്തിൻ്റെ കേടാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രേസമാൻ്റെ ആണെങ്കിൽ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വെറുതെ വലിഞ്ഞു കയറി വന്നിട്ട് ചുമ്മാ മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിൽ, ചേച്ചി എന്താ ചേച്ചി ഇത്? ദേവരൊക്കെ വന്നിട്ട് ചേച്ചി ഇങ്ങനെ വരാതിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചേച്ചി ശരിയാവുന്നത്? ചേച്ചി വരാമെന്ന് പറഞ്ഞല്ലേ മോളെ, എൻ്റെ സിറ്റുവേഷൻ നീ ഒന്നും മനസ്സിലാക്ക്, എനിക്ക് നിന്നോടൊപ്പം വരാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഇവർ എല്ലാവർക്കും ഭയങ്കരമായിട്ട് അരിശം വന്നിട്ട് നേരെ ഇവരെല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങിയാണ്, എന്നോട് നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ അലീനയോട് നമ്മുടെ ഗ്രേസമാൻറ്റി ഇങ്ങനെ പറയുകയാണ്, ഇവള് വിളിച്ചിട്ടാണ് വന്നത്, ഇതിനൊക്കെ ഞങ്ങൾ കേൾക്കണം. വെറുതെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവിടെ കിടന്ന് ഞങ്ങൾ ഇത്രയും ദൂരം വരാനായിട്ട്? ഇതിനൊക്കെ നിന്നെ പറയേണ്ടെന്ന് രേവതിക്കുട്ടിയും ചീത്ത പറയുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് രേവതിക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. ചേച്ചി കേട്ടില്ലേ ചേച്ചി, അവർ പറയുന്നത് കേട്ടില്ലേ? അപ്പോൾ നമ്മുടെ അലീനയാണെങ്കിൽ സങ്കടത്തോടെ, അങ്കിളെ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കണം, എല്ലാ കാര്യങ്ങളും ഞാൻ ഫോണിലൂടെ പറയാം, ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് വരാതിരുന്നതെന്ന് ഞാൻ നിങ്ങളോട് ഫോണിലൂടെ പറയാം, എനിക്ക് ഇപ്പം ഏതായാലും പറയാനായിട്ട് പറ്റില്ല. നിനക്ക് നേരത്തെ പറയായിരുന്നു അല്ലേ? ബാലേന്ദ്രൻ നിന്നെ വിടില്ലെന്ന് നിനക്ക് നേരത്തെ അറിയായിരുന്നു. എന്നിട്ട് നീ ഞങ്ങളുടെ മുന്നിൽ നാടകം കളിച്ചാണല്ലേ അങ്കിളെ, അങ്ങനെയല്ല അങ്കിളെ. പക്ഷെ അങ്കിളതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല. അങ്കിള് നേരെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഗ്രേസമാൻറ്റിയും കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല. ഗ്രേസമാൻറ്റിയും പോവാൻ. രേവതിക്കുട്ടിക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നിക്കണം. മോളെ ഞാൻ പറഞ്ഞല്ലോ നിന്നോട്, ഞാൻ സത്യങ്ങളെല്ലാം പറയാം മോളെ. പക്ഷേ രേവതിക്കുട്ടിയും ശരിയേച്ചെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി നേരെ കാറിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ അലീനയെ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇട്ടിട്ട് പോകാനും ഇവർക്ക് ഭയങ്കര സങ്കടം തോന്നുക. ഇങ്ങനെ അവരവിടെ തന്നെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അലീന അങ്ങോട്ട് ചെല്ലുകയാണ്, സോറി അങ്കിളെ, എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ ഇവിടം വരെ വന്ന് എനിക്ക് വേണ്ടി ഇവിടം വരെ വന്നു, പക്ഷേ എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി, അതുകൊണ്ട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫോൺ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാമെന്ന്. അപ്പോൾ
അങ്കിളാണെങ്കിൽ വണ്ടി കയറുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മൂന്നുപേരും വണ്ടിയിലോട്ട് കയറുക. മേളോട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഇതേ നോക്കിക്കണ്ടേ എന്ന് പറയുക. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴും വേണ്ട, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, അവിടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവുക. ഇവർ പോയി കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അങ്ങനെ അലീന നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും വൈജ വന്നിട്ട് എടി നിനക്ക് നാണമുണ്ട്, നീ അവരോടൊപ്പം പോകാൻ വേണ്ടി തന്നെ അല്ലേടി ഒരുങ്ങിയിട്ട് നിന്നത്, എന്നിട്ട് എന്തിനാടി നീ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നത്? അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മാഡം, അച്ഛൻ പറഞ്ഞിട്ട്. അയ്യോ ഒരച്ഛൻ, നീ അച്ഛൻ്റെ ചിലവിലാണ് ജീവിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വൈജ കിടന്ന് ഭയങ്കരമായിട്ടും ബഹളമാണ്. ഇല്ല, അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് തന്നെ നീ നല്ലൊരു അവസരമാണ് നീ ഇല്ലാതാക്കിയത്. ഒരു പ്രശ്നമില്ലാതെ നിനക്ക് സുഖമായിട്ട് അവരോടൊപ്പം പോകാമായിരുന്നു, സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യായിരുന്നു. എന്നിട്ട് നീ അതൊന്നും കണക്കിലെടുത്തില്ല. ദേ മോളെ, നിനക്കിട്ട് പണി വരുന്നുണ്ട്. എൻ്റെ ആങ്ങളമാരും വീട്ടുകാരൊക്കെ ഉടനെ തന്നെ ഇവിടെ എത്തും, നിന്നെ വലിച്ചഴച്ച് ഈ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടിടും. നിനക്ക് അങ്ങനെ അനുഭവിക്കാനാണ് മോളെ നിനക്ക് വിധി, നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും അലീനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലപ്പുറം നമ്മുടെ അലീനയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ അലീന നേരെ ബാഗ് കൊടുത്തിട്ട് നേരെ റൂമിലേക്ക് പോവാണ്. കണ്ടോ, അവളുടെ ആ അവസരം നഷ്ടപ്പെടുത്തി ഇവളെ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളു. കാരണം അവൾക്ക് അതാണ് വിധിച്ചത്. കണ്ടറിയാം നമുക്ക്, എൻ്റെ വീട്ടുകാരൊക്കെ വരട്ടെ. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് തന്നെ ഇരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വൈജയുടെ വീട്ടുകാരും മൊത്തം വരികയാണ്, ആങ്ങളമാരും വീട്ടുകാരും ഒക്കെ വരികയാണ്. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വൈജയ്ക്ക് ഭയങ്കര സന്തോഷം. വാ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിച്ചുകൊണ്ടിരുത്തുക. അപ്പോൾ അലീന ഓടി നേരെ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. അച്ഛാ അവർ വന്നച്ഛാ എന്ന് പറയുകയാണ്. എവർ വന്നു എന്ന്? അല്ല, അത് ദേ മേഡത്തിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് വന്നേക്കണത്? കുറേ പേരുണ്ട് അച്ഛാ, പേടിക്കണ്ടെന്നേ, അവർ വരാൻ വേണ്ടി തന്നെയല്ലേ നമ്മൾ വെയിറ്റ് ചെയ്തത്, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അവർ വരട്ടെ. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഞാനും. അച്ഛൻ പുറത്തേക്ക് പോകണ്ട അച്ഛാ, വലിയ പ്രശ്നം ഉണ്ടാവും. എന്ത് പ്രശ്നം ഉണ്ടാവുമെന്ന്? മോളത് എൻ്റെ വീടാണ്, ഇവിടെ എന്ത് വേണം എന്ത് സംഭവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് തർക്കിച്ച് കയറാനോ? അതല്ല അച്ഛനെ അവരെന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. അങ്ങനെ എന്തെങ്കിലും എന്നെ ചെയ്താലേ നേരെ അവരെ ജയിലിലായിരിക്കും കിടക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നീ ടെൻഷൻ ആവണ്ട. ഏതായാലും അവർ വന്നല്ലേ, ഞാൻ കുറച്ച് ഗെറ്റപ്പിലൊക്കെ ഇറങ്ങി ചെല്ലണ്ടേ. നീ ഏതായാലും പുറത്തേക്ക് വരരുത്. അതെന്താ വെച്ചാൽ ഞാനും കൂടെ ഇറങ്ങി വരാം. വേണ്ട, നീ റൂമിൽ തന്നെ ഇരുന്നാൽ മതി. ഏതായാലും ഞാൻ അവരോട് സംസാരിച്ചോളാം. അങ്ങനെ ബാലേന്ദ്രൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പോയിരിക്കുക. അലീനയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ. അങ്ങനെ നമ്മുടെ രാജീവനും അതേപോലെ തന്നെ ശിവനും ഒക്കെ ഇരുന്ന് സംസാരിക്കണം. എവിടെ അലീന പോയോ എന്ന് ചോദിച്ചപ്പോഴേക്ക് എവിടെ? അവളൊന്നും പോയിട്ടില്ല, അവൾ അവിടെ തന്നെ ഉണ്ട്. അവളെ കൊണ്ടുപോകാൻ വേണ്ടി അവരൊക്കെ വന്നതാ. പക്ഷേ ബാലേന്ദ്രൻ സാറ് പറഞ്ഞു അത്രേ പോകണ്ട എന്ന്. അതുകൊണ്ട് അവൾ പോയില്ല, ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഏതായാലും ഞങ്ങൾ വന്നല്ലോ, അവളെ അടിച്ചിറക്കാൻ വേണ്ടി തന്നെയല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഏതായാലും ബാലേന്ദ്രനോട് ഇറങ്ങി വരാൻ പറ. ഇത് കിട്ടുമ്പോഴേക്കും വൈകിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാനെടുക്കട്ടെ, ഞങ്ങൾ പെണ്ണ് കാണാൻ വേണ്ടി വന്നില്ലല്ലോ, നീ ആദ്യം അവനെ വിളിക്കുക. അപ്പോൾ ബബിതയോട് ബാലേന്ദ്രനെ വിളിച്ചുകൊണ്ട് മോളെ എന്തെങ്കിലും സംസാരിച്ചപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും പോകാൻ ഭയങ്കര പേടി. കണ്ടോ, മക്കൾക്ക് വരെ സ്വന്തം അച്ഛൻ്റെ അടുത്ത് പോകാനായിട്ട് പേടി. അപ്പോഴേക്കും കമലെടുത്ത് വായിക്കും. അലീനയ്ക്കാണെങ്കിൽ ഏത് പാതിരാത്രിയും അവിടെ കയറി ചെല്ലാം, അപ്പോൾ ഒരു കുഴപ്പമില്ല. അലീനയെ കണ്ടു കഴിയുമ്പോഴേക്കും ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമാണ്. ഇതെവിടെ നടക്കും ഇങ്ങനെയൊക്കെ. അങ്ങനെ ബബിത നേരെ മുകളിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ അലീനയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരികമ്പുഴുവിനെ പോലെ ഭയങ്കരമായിട്ടും പേടിച്ച് വരച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക. അപ്പോൾ നേരെ ബബിത എന്നിട്ട് അച്ഛാ വാലോർക്ക് അച്ഛാ, എന്താ മോളെ? അതെ അച്ഛാ, അവരൊക്കെ വന്നിട്ടുണ്ട്. ആര് വന്നിട്ടുണ്ടെന്ന് അച്ഛനോട് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ പറഞ്ഞു. ആര് പറഞ്ഞു? അങ്കിൾമാർ. ശരി, അവരെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം, മോളെ ഇറങ്ങിച്ചെല്ല് എന്ന് പറയുക. അങ്ങനെ നമ്മുടെ ബബിതയാണെങ്കിലും നേരെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ബാലേന്ദ്രനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച്. അപ്പോൾ അലീന തടയുന്നുണ്ട്. വേണ്ട അച്ഛാ, പോകണ്ട അച്ഛാ, എനിക്കാകെ പേടി തോന്നുന്നു അച്ഛാ, അച്ഛൻ പോയ വല്ല പ്രശ്നം ഉണ്ടാവോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഞാൻ ഏതായാലും അങ്ങോട്ട് ചെല്ലട്ടെ, ചെന്നിട്ടല്ലേ ബാക്കി കാര്യം. ഏതായാലും നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടില്ല എന്ന് ഞാൻ അവരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ വീട്ടിൽ കയറി അവരെന്തൊക്കെയാ തോന്നിയാൽ ഒപ്പിക്കുന്നതെന്ന് എനിക്കറിയണമല്ലോ. അങ്ങനെ ബാലേന്ദ്രൻ നല്ല ഗമയോടുകൂടി തന്നെ അവരുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അലീനയെ പറഞ്ഞു വിട്ടോ എന്ന് ഇവർ ചോദിക്കുമ്പോൾ എന്തിന്? എനിക്ക് അലീനയെ പറഞ്ഞു വിടേണ്ട കാര്യമില്ല. അലീനയെ ഇവിടെ ഞാനാണ് ജോലിക്ക് നിർത്തിയതും അവൾ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണെന്നും ഈ ആങ്ങളമാരുടെ മുന്നിൽ വിളിച്ചങ്ങോട്ട് പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ ആകെ കലിപ്പോടെ നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.